അഭിഷേകം എന്നെ എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യേശു പറയാണ്, എൻ്റെ അടുത്തേക്ക് അടുത്തു വരിക. യാക്കോബിന്റെ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ 8-ാം വചനത്തിൽ പറയുക, നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് വന്നാൽ ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വരും. ഏറ്റവും അധികം കർത്താവ് ആഗ്രഹിക്കുന്ന കർത്താവിൻ്റെ അടുക്കലേക്ക് കർത്താവ് ആകർഷിക്കുക ചെയ്യുന്നത്. ഇവിടെ ഏറ്റവും വലിയൊരു കാര്യം നമുക്കറിയാം. യേശു കർത്താവ് പറയുന്ന ഒരു സംഭവമാണ്, എൻ്റെ പിതാവിൻ ആകർഷിക്കപ്പെടാതെ ആർക്കും എൻ്റെ അടുക്കലേക്ക് വരാൻ കഴിയില്ല. ആ പറഞ്ഞ അതേ യേശു കർത്താവ് പറയുകയാണ്, ഞാൻ ഉയർത്തപ്പെടുമ്പോൾ എല്ലാവരും എങ്കിലേക്ക് ആകർഷിക്കപ്പെടും. കണ്ടോ, എൻ്റെ പിതാവിൽ ആകർഷിക്കാതെ ആർക്കും എൻ്റെ അടുക്കൽ വരാൻ കഴിയില്ലെന്ന് പറഞ്ഞ അതേ യേശു പറയാണ്, ഞാൻ ഉയർത്തപ്പെടുമ്പോൾ എല്ലാവരും എങ്കിലേക്ക് ആകർഷിക്കപ്പെടും. യേശു ഉയർത്തപ്പെട്ടു, നമ്മുടെ മധ്യേ കടന്നു വന്നിരിക്കുന്നു. യേശു ക്രിസ്തുവിലേക്ക് നമ്മെ ദൈവം ആകർഷിച്ചിരിക്കുന്നത്. യേശുവിൻ്റെ അടുക്കിലേക്ക് നമ്മളെ അടുപ്പിക്കുന്ന ദൈവശക്തി നമ്മുടെ അകത്ത് വെളിപ്പെടുവാൻ ദൈവം ഇടയാക്കി. വചനത്തിന്റെ മർമ്മങ്ങളാണ് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. വചനത്തിന്റെ ആലോചനകൾ കൊണ്ടാണ് ദൈവം നമ്മെ നിറയ്ക്കുന്നത്. കാരണം അടുത്തു വരാനുള്ള വിളി നദനിയേലിനെ ദൈവം വിളിച്ചപ്പോ ഒരു യഥാർത്ഥ ഇസ്രയേലിനെ കുറിച്ചാ പറയാൻ ഇടവന്നത്. നിഷ്കാപട്യനായ, കാപട്യമില്ലാത്തവനായ ഒരു നദനിയേലിനെ കുറിച്ച് ദൈവം പറയുക. അവന് അത്തിമരത്തിന് ചുവട്ടിലിരിക്കുന്നതിന് മുമ്പേ അറിയുന്ന ഒരു ദൈവം. കണ്ടോ, അടുത്ത് വിളിക്കുന്ന ഒരു ദൈവത്തെ കാണാൻ കഴിയുന്നു. അതുപോലെ തന്നെ നമുക്ക് കാണാൻ യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിൽ യഹൂദ പ്രമാണിയായ നിക്കോദെമോസ് രാത്രിയിലോ ഏതെങ്കിലും സമയത്ത് യേശുവിന്റെ അടുക്കൽ ചെന്നു ഇരിക്കട്ടെ. യേശു പറഞ്ഞൊരു കാര്യം ഇതേ ഉള്ളൂ, നീ ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ നിനക്കൊരിക്കലും സ്വർഗരാജ്യ അനുഭവത്തിലേക്ക് കരാൻ വരിക. എൻ്റെ അടുക്കൽ വരണമെങ്കിൽ വീണ്ടും ജനനാനുഭവം വേണം. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലാൻ വേണ്ടി കടന്നു വന്നവരോട് യേശു പറയാണ്, നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവിടെ കല്ലെറിയട്ടെ. ആ സ്ത്രീയോട് പറഞ്ഞു, ഞാനും നിന്നെ കല്ലെറിയുന്നില്ല, മേലിൽ പാപം ചെയ്യരുത്. അടുത്തു വരണമെങ്കിൽ പാപഭാരങ്ങളെ മുഴുവനും വഹിക്കുന്ന യേശു അത് ഏറ്റെടുത്ത് നമ്മളെ അനുഗ്രഹിക്കും. സക്കായി എന്ന മനുഷ്യൻ ആ മരത്തിന് മേളിൽ കയറി ഇരുന്നു കർത്താവിനെ കാണാൻ. ആ മരത്തിന് മേളിൽ വലിഞ്ഞു കയറിയ മനുഷ്യന് കർത്താവിനെ കാണാനുള്ള ആഗ്രഹത്തോട് കയറിയെങ്കിൽ മരത്തിന് ചുവട്ടിൽ നിന്നുകൊണ്ട് കർത്താവ് വിളിക്കുക, സക്കായി ഇറങ്ങി വാ. അടുത്തേക്ക് വിളിക്കുന്ന ഒരു ദൈവത്തെ കാണാം. അതിന്റെ അർത്ഥം ആഗ്രഹത്തോടെ കാണാൻ കടന്നു ചെന്നോ അടുത്ത് കർത്താവിന്റെ അടുക്കലേക്ക് നമ്മളെ ചേർത്ത് നിർത്തും. എന്നിട്ടോ, ഇന്ന് നിന്റെ ഭവനത്തിൽ ഞാൻ നിന്നോടൊത്ത് വസിക്കാൻ പോകുന്നു എന്ന് പറയും. ഈ ഒരു ശബ്ദം നമ്മുടെ കാതുകളിൽ വന്ന് കേൾക്കണം. അതിനാ കർത്താവ് പറഞ്ഞത്, ഞാൻ നിന്റെ അടുത്ത് വരുമ്പോൾ നീ എന്നോട് കൂടെ വരണം, നീ എന്നോട് കൂടെ വരണം. അതല്ലേ കർത്താവ് പറഞ്ഞത്, ആരെങ്കിലും വാതിൽക്കൽ വന്ന് മുട്ടിയാൽ ഞാൻ തുറന്നു തരും. ആഗ്രഹത്തോടെ ആരെങ്കിലും മുട്ടാവോ, വിളിക്കാവോ, പ്രാർത്ഥിക്കാവോ? ഇന്ന് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും കർത്താവ് ഏറ്റെടുക്കുകയല്ലേ? വിഷമിക്കരുത്. കർത്താവ് യേശുവേ, എൻ്റെ മേൽ നിന്റെ ശക്തിയുള്ള കൃപ നിറയ്ക്കണമേ എന്നൊന്ന് പ്രാർത്ഥിക്കാമോ? ഇന്ന് നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ ഹൃദയം തുറന്നൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ എല്ലാവരുടെ മേലും വെളിപ്പെടുവാൻ കർത്താവ് ഇടയാക്കണം. പരിശുദ്ധാത്മാവിന്റെ ശക്തിയും കൃപയും നമ്മുടെ മേൽ വെളിപ്പെടണം. ഈ വചന സന്ദേശത്തിൽ കർത്താവിനോട് ഇന്ന് ഇത്രയും കാലം നമ്മൾ അടുത്തതേക്കാൾ കൂടുതൽ ഇന്നൊന്ന് അടുത്ത് കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ കർത്താവ് എനിക്ക് ഇന്ന് കൃപ തരണം. എന്നാൽ ഞാൻ അടുക്കുന്തോറും എൻ്റെ ഉള്ളിൽ അവന്റെ പ്രവൃത്തി വെളിപ്പെടും. യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ.